അസ്സലാമലൈക്കും മക്കളെ. അപ്പോൾ നമ്മളിതാ ഇന്ന് കായ്പോളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ 2 പഴവും 2 മുട്ടയും കുറച്ച് പാല് 2 ഏലക്കായ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതാണല്ലോ നമ്മളെ കായ്പോളക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ അത് ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ കുഞ്ഞാറ്റക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ കണ്ടിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ പാലിരിക്കണ കണ്ടുകൊണ്ടാണ് ഓൾ ഇന്നെ ഓരോന്നിനും നിർബന്ധിച്ചിട്ട് ഓൾ കൊടുക്കുന്നത് അടുക്കളയ്ക്ക്. ഉമ്മയും മിച്ചമൊക്കെ കല്യാണത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഓൾ ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ഒരു നേന്ത്രപ്പഴവും കുറച്ച് ഈത്തപ്പഴവും കുറച്ച് ബദാമും പാലും പഞ്ചസാര കൂട്ടിയിട്ട് ഓൾക്കൊരു ഷെയ്ക്ക് അടിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ അതവൾ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളത് അവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്ത് ആ കായ്പോളക്കുള്ള 2 പഴവും ചെറുതാക്കി നന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അത് നല്ല ചെറുതാക്കി നമ്മൾ അരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വാടി കിട്ടും. അപ്പോൾ കുറച്ചൊക്കെ ഓയിലോ നെയ്യ് ഒഴിക്കേണ്ട ഏറ്റവും നല്ലത്. നെയ്യ് ഒഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് വാട്ടാൻ വേണ്ടി വെക്കുമ്പോൾ. അപ്പോൾ അത് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് വാട്ടും. ഇവിടെ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലാട്ടം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായി വാട്ടാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് അപ്പം നമ്മൾ അതൊന്ന് വാട്ടാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ കോഴിമുട്ടയും ഏലക്കായും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് മിക്സിയിൽ അടിച്ചത് കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ പഴം വാട്ടിയത് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കായ്പോളം ഉണ്ടാക്കാൻ വെക്കുക അല്ലേ. അപ്പോൾ ഞാനിതാ പഴം വാട്ടാൻ വേണ്ടി വെക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ പഴം വാട്ടാൻ അവിടെ അങ്ങനെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ച്. അപ്പോൾ അതങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് സാവധാനം കിടന്നിട്ട് ഇങ്ങനെ ആകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നല്ല വാടിയാലാണ് നമ്മൾ കായ്പോളം നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ ഓയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ കായ്പോളം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വട്ടാൻ വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, അതിന് ശേഷമാണ് ഞാൻ മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കായൊക്കെ കൂടിയിട്ട് അടിച്ചത്. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഈ കുഞ്ഞു വിശേഷമാക്കാന്ന് വെച്ചത് ഞാൻ ഇന്നലെ ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞാറ്റങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് കോഴിമുട്ട ഏലക്കായ ഞാൻ ഏലക്കായ പൊടി ഉണ്ടിച്ചിട്ട് കുറേ തപ്പി പിന്നെ കിട്ടിയില്ല. അതിന് പിന്നെ ഞാൻ 2 ഏലക്കായ എടുത്തിട്ട് അതിൽ ഇടുക ചെയ്തത് കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏലക്കായ ഞാൻ തപ്പിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഉമ്മാൻ്റെ ഗ്രാമ്പും പട്ടൊക്കെ ഇട്ടേക്കണ പാത്രത്തിൽ ആകെ കൊട്ടിയിട്ടുണ്ട് ഞാൻ 2 ഏലക്കായ കിട്ടിയത്. അപ്പോഴേക്കും നമ്മളത് പഴം നന്നായി വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടിയ പഴം ഞാൻ ഇറക്കി വെച്ചത് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതാ ആ മുട്ടയും പാലും പഞ്ചസാര കൂട്ടിയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമ്മൾ പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടാണ്. കുഞ്ഞാറ്റയാണ് മിക്സ് ആക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പഴം വാട്ടിയ പാത്രം ഞാൻ കഴുകാനിട്ട് അപ്പുറത്തുനിന്ന്. അപ്പോൾ അതൊക്കെ നന്നായി മിക്സാക്കി വെച്ച് പിന്നെ നമ്മൾ ഒരു ചപ്പാത്തി കല്ലുണ്ടായിരുന്നു, അതാദ്യം ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ഫൈവാന വെച്ചിട്ട് അതിലാണ് ഞാൻ ഈ കായ്പോളൊക്കെ ഉള്ള ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു വട്ടം ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് കുക്കറിൻ്റെ അടിയിൽ നല്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കി വെച്ചത്. എന്തായാലും നമ്മളെ കായ്പോളം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ട് മക്കളെ അടിപൊളിയായിട്ട് കിട്ടി. പകുതി വന്നതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മളെ കായ്പോളം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.